Dear students, നമ്മളപ്പം അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത സെക്ഷൻ ആണ്. ആൻസർ എനി 3 questions from 24 to 31. അതായത് എനി 3 questions from 8 questions are given. ഓക്കെ, അതില് 3 എണ്ണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അതിൽ 6 എണ്ണം ഫോക്കസ് ഏരിയയിൽ നിന്നും 2 എണ്ണം ഫോക്കസ് ഏരിയയുടെ പുറത്തുനിന്നുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാലും ഇത് മുഴുവൻ നമ്മൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 24, കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ഫോർ ദ ഫോളോയിങ് ഫ്രീക്വൻസി അറേ. ഒരു ഫ്രീക്വൻസി അറേ കൊടുത്തിട്ടുണ്ട്, അതിന്റെ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ആണ് കാണേണ്ടത്. ഓക്കെ, ഇത് നമ്മളുടെ ഫോക്കസ് ഏരിയയിൽ പെട്ടതല്ല. അപ്പം ടീച്ചർ അത് കോളൊക്കെ വരച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇതിലേക്ക് ടീച്ചർ ആദ്യമായിട്ടാണ് ഈ ലാപ്ടോപ്പിൽ റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പൊ അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആണ്. എനിക്ക് ടീച്ചർക്ക് അത് പഠിച്ചിട്ടില്ല കറക്റ്റ് ആയിട്ട്. മൊബൈലിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ എൻ്റെ മൊബൈലിന് യൂട്യൂബിലേക്ക് സാധനങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹാങ് ആയി പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്യാം. അപ്പൊ നമ്മൾ മീൻ ഡീവിയേഷൻ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, തന്നിരിക്കുന്ന എക്സും എഫും 2 കോളം അവിടെ ഉണ്ടാവണം. അടുത്ത മൂന്നാമത്തെ കോളായിട്ട് നമുക്ക് മീൻ ആദ്യം കാണണം, അരിത്തമാറ്റിക് മീൻ കാണണം. അപ്പൊ എഫ് എക്സ് എന്നുള്ള കോളം വരച്ച് വെക്കുക. ആ എഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എക്സും എഫും മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പൊ അടുത്ത കോളം എഫ് എക്സ് ആണ്. അങ്ങനെ എഫ് എക്സ് അത് 2 മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾക്ക് ഇങ്ങനെ കിട്ടും. 10 into 8 80, 20 into 12 240, 30 into 20 600, 40 into 10 400, 50 into 6 300, 60 into 4 240 എന്നിങ്ങനെ കിട്ടും. അതിന്റെ ടോട്ടൽ കാണും. അതിന്റെ ടോട്ടൽ സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 1860. എന്നിട്ട് അടിയിൽ നിങ്ങൾ എഴുതുക എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. 1860 divided by 60 is equal to 31 എന്ന് നിങ്ങൾക്ക് അരിത്തമാറ്റിക് മീൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മീൻ ഡീവിയേഷൻ കാണാൻ വേണ്ടിയിട്ട് അടുത്തത് മോഡുലസ് ഡി. മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ, ചിഹ്നം നോക്കാത്ത ഡീവിയേഷൻ ഫ്രം എക്സ് ബാർ ആണ്. അതായത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. മോഡുലസ് എക്സ് മൈനസ് എക്സ് ബാർ എന്ന കോളം. അതിൽ നമ്മൾ നോക്കുമ്പം എന്താണ്, പിന്നെ 31 മൈനസ് 10 അപ്പൊ 21, 31 മൈനസ് 20 11, 31 മൈനസ് 30 1, 31 മൈനസ് 40 9, 31 മൈനസ് 50 19, 31 മൈനസ് 60 29 എന്നിങ്ങനെ നമ്മൾക്ക് ചിഹ്നം വേണ്ട. അതിന് വെറും ഡിഫറൻസ് കണ്ടാൽ മതി, നമുക്ക് തമ്മിലുള്ള വ്യത്യാസം മാത്രം കണ്ടാൽ മതി, നെഗറ്റീവ് പോസിറ്റീവ് ചിഹ്നം വേണ്ട. അങ്ങനെ അപ്പൊ മോഡുലസ് ഡി എന്ന് പറഞ്ഞിട്ടുള്ള കോളം കിട്ടും. അടുത്ത കോളായിട്ട് നമ്മൾക്ക് വേണ്ടത് എഫ് ഇൻറ്റു മോഡുലസ് ഡി. ആ മോഡുലസ് ഡി കണ്ടതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 8 ഇൻറ്റു 21 168, 12 ഇൻറ്റു 11 132, 20 ഇൻറ്റു 1 20, പിന്നെ 10 ഇൻറ്റു 9 90, പിന്നെ 6 ഇൻറ്റു 19 114, 4 ഇൻറ്റു 29 116. ആ ഇത് കിട്ടും. എന്നിട്ട് അതിന്റെ സമ്മ് കാണുക. അതായത് സിഗ്മ എഫ് മോഡുലസ് ഡി എത്രയാണെന്ന് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കാണുക. അപ്പൊ നമ്മൾക്ക് 640 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. എന്നിട്ട് താഴെ എഴുതുക എം ഡി എക്സ് ബാർ, മീൻ ഡീവിയേഷൻ ഫ്രം എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ആ സിഗ്മ എഫ് ഡിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, എൻ കൊണ്ട്, എൻ അല്ലെങ്കിൽ ടോട്ടൽ ഫ്രീക്വൻസി സിഗ്മ എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 640 ഡിവൈഡഡ് ബൈ 60 ഈസ് ഈക്വൽ ടു 10.67 എന്ന് ഉത്തരം കിട്ടും. ഇത് ടീച്ചറുടെ പിന്നെ യൂട്യൂബ് ചാനലിൽ മീൻ ഡീവിയേഷൻ കാണാനുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ പിന്നെ കണ്ടുപിടിക്കാം. ഇത് ഫോക്കസ് ഏരിയയുടെ പുറത്തുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ പ്രൈവറ്റ് സെക്ടർ ഇൻ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രൈവറ്റ് സെക്ടറിന്റെ റോൾ എന്താണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന ഇതിൽ വളരെ കൃത്യമായിട്ട് ആ ആൻസർ ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഇൻ റീസെന്റ് ടൈംസ് വൈൽ ദ പബ്ലിക് സെക്ടർ ഹാസ് നോട്ട് ബീൻ സോ സക്സസ്ഫുൾ ഇൻ ഡെലിവറിംഗ് ദ ഗുഡ്സ് അബൌട്ട് വിച്ച്
We'll study more in the next section. Private sector has grown up by leaps and bounds. അപ്പൊ ഈ അടുത്ത കാലത്ത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ സ്വകാര്യ മേഖല വളരെ വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എഴുതുന്നുണ്ട്, more than 70% of the hospitals in India are run by the private sector. ഏകദേശം 70% ഹോസ്പിറ്റലുകളും സ്വകാര്യ മേഖലയിലാണ്. They control nearly 2/5 of the beds available in the hospital. ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ബെഡുകളിൽ ഏകദേശം 2/5 സ്വകാര്യ മേഖലയിലാണ്. Nearly 60% of the dispensaries are run by the same private sector. ഡിസ്പെൻസറികളിൽ ഏകദേശം 60% സ്വകാര്യ മേഖലയിലാണ്. They provide healthcare for 80% of outpatients and 46% of inpatients. Outpatientsന്റെ 80% ആളുകളും ചികിത്സിക്കുന്നത് സ്വകാര്യ മേഖലയിലാണ്. അതേപോലെ ഇൻപേഷ്യൻസിന്റെ 46% സ്വകാര്യ മേഖലയിലാണ്. അപ്പം നമുക്ക് അതുകൊണ്ട് പറയാൻ സാധിക്കും, പ്രൈവറ്റ് sector has been playing a dominant role in medical education and training. അടുത്ത പോയിന്റ് ആണ്, മെഡിക്കൽ എഡ്യൂക്കേഷനിലും സ്വകാര്യ മേഖലയ്ക്ക് വളരെ വലിയ പങ്കുണ്ട്. മെഡിക്കൽ ടെക്നോളജി ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്, മാനുഫാക്ചർ ആൻഡ് സെയിൽ ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ്, ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ആൻഡ് ദ പ്രൊവിഷൻ ഓഫ് മെഡിക്കൽ സർവീസസ്. അപ്പൊ അങ്ങനെ ഒരു 5 പോയിന്റ് ആയിട്ട് ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രൈവറ്റ് സെക്ടർ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള ഹെഡിങ്ങിന്റെ കീഴിൽ നമുക്ക് ഒരു 5 പോയിന്റ് ആയിട്ട് ഈ ഉത്തരം നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മളോട് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. 4 മാർക്കിന്റെ ആയതുകൊണ്ട് 4 പോയിന്റ് ആയിരിക്കും മിക്കവാറും. എന്നാലും നിങ്ങൾ അറിയുന്നതൊക്കെ എഴുതി വെക്കാം. അടുത്തത്, എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഷുഡ് എസെൻഷ്യലി ഹാവ് 8 പാർട്സ്. നമ്മൾ പാർട്സ് ഓഫ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ യൂട്യൂബിൽ ലിങ്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അന്ന് നമ്മൾ മോഡൽ എക്സാമിന്റെ അന്ന് രാവിലെയാണ് ടീച്ചർ ഇത് ഇട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ടേബിൾ നമ്പർ, ടൈറ്റിൽ, ക്യാപ്ഷൻസ്, സ്റ്റബ്സ്, ബോഡി ഓഫ് ദ ടേബിൾ, യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, സോഴ്സ്, നോട്ട്. ഇതാണ് 8 പാർട്ട്. ഇതവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര മാർക്ക് കിട്ടും? 4 മാർക്ക് കിട്ടും. അടുത്തത്, വാട്ട് ആർ ദ കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. നമ്മളൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് പോലും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ് കോസസ് ഓഫ് പോവർട്ടി എന്നുള്ളത്. അപ്പൊ അത് കുറെ നമുക്ക് ഇഷ്ടം പോലെ അത് എഴുതാൻ പറ്റും. നമുക്ക് ഏകദേശം ഒരു 10-15 കോസസ് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് എത്രയാണ്? ഒരു 4 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് നിങ്ങൾ ഒരു 8 എണ്ണം നിങ്ങൾ എഴുതുക. ബ്രിട്ടീഷ് കൊളോണൈസേഷൻ ആൻഡ് സബ്സിക്വന്റ് ഡീഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇന്ത്യ ഒന്നാമത്തത് റീസൺ. രണ്ടാമത്തെ കോസ്, ഫെയിലിയർ ഓഫ് ലാൻഡ് റിഫോംസ് ആൻഡ് റിസൾട്ടന്റ് ഇൻഇക്വാളിറ്റീസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അടുത്തത്, ബാക്ക്വേർഡ്നെസ് ഇൻ അഗ്രികൾച്ചർ, പെർട്ടിക്കുലർലി ദ ബാക്ക്വേർഡ് കണ്ടീഷൻ ഓഫ് സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. പിന്നെ ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ ഓഫ് റൂറൽ അൺഎംപ്ലോയിഡ് പുവർ ടു അർബൻ ഏരിയാസ് ഇസ് ദ മെയിൻ റീസൺ ഫോർ അർബൻ പോവർട്ടി. അടുത്തത്, റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ അഗ്രവേറ്റഡ് ദ പ്രോബ്ലം ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇവിടുത്തെ അനിയന്ത്രിതമായ പോപ്പുലേഷൻ ഗ്രോത്ത് നമ്മുടെ പോവർട്ടിയെ 10 മടങ്ങാക്കി വർദ്ധിച്ചു. ലോ ലെവൽസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് വൈഡ് സ്പ്രെഡ് അൺഎംപ്ലോയ്മെന്റ്. തൊഴിലില്ലായ്മയും നമ്മുടെ ഇവിടെയുള്ള എക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തിക വികസനം വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതും തൊഴിലില്ലായ്മയും ഇവിടുത്തെ ദാരിദ്ര്യത്തെ വർദ്ധിപ്പിച്ചു. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. Underutilization of natural resources led to the low economic growth. Backwardness of agriculture and low productivity of agriculture. Social factors like caste system, joint family system, superstitions, etc. Failures of industrialization in supplementing economic growth and employment. Isolation and powerlessness of mass population. Inflation adversely affect the low income groups. Failure of poverty alleviation programs in realizing the achieving targets. Corrupt and inefficient administration is another cause of poverty in India. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇത് കൂടാതെ നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ സ്വന്തം ഏരിയയിൽ നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ അതും നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 4 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് ഒരു 8 കോസസ് എഴുതിയാൽ മതിയാവും. അതല്ലെങ്കിൽ 4 എണ്ണത്തിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതിയാവും. എന്തായാലും മാർക്ക് നോക്കിയിട്ട് ആൻസർ എഴുതണം.
അതിനേക്കാൾ കൂടുതലായിട്ട് എഴുതി വെച്ചേക്കുക. അടുത്തത് എക്സ്പ്ലെയിൻ ദ ഗോൾസ് ഓഫ് ഫയർ പ്ലാൻസ് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലുള്ള ഫയർ പ്ലാനിന്റെ ഗോൾസ് എന്തൊക്കെയാണെന്നുള്ളത് 4 ഗോൾസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം. ഏതൊക്കെയാണ്? നമ്മുടെ ഫോക്കസ് ഏരിയയുടെ പുറത്തുനിന്ന് വന്ന ചോദ്യമാണ്. അതല്ലല്ലോ അതിന്റെ ഇടയിൽ യെസ്, എക്സ്പ്ലെയിൻ ദ ഗോൾസ് ഓഫ് 28 ഗോൾസ് ഓഫ് ഫയർ പ്ലാൻസ് ഇൻ ഇന്ത്യ. അത് സെക്കൻഡ് ചാപ്റ്ററിന് വന്ന ചോദ്യമാണ്. അപ്പൊ അതിന്റെ ഉത്തരം ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. ഇതാണ് 4 ഗോൾസ്. അത് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയണം. എക്സ്പ്ലെയിൻ ചെയ്ത് ഇനി വേറെ ഒരു ആൻസർ ഇനി നമ്മൾ എത്ര എണ്ണമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഇനി 3 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൂന്നാമതൊരു ചോദ്യം നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഗോൾസ് മാത്രം അറിയുകയാണെങ്കിൽ ആ ഗോൾസ് നല്ല വലിയ അക്ഷരത്തിൽ എഴുതി അണ്ടർലൈൻ ചെയ്ത് എന്തെങ്കിലും അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ എഴുതണം. എക്സ്പ്ലെയിൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 4 ഗോൾസും എക്സ്പ്ലെയിൻ ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ. അത് നമ്മുടെ ഫോക്കസ് ഏരിയയുടെ പുറത്തുനിന്ന് വന്ന ചോദ്യമാണ്. അടുത്തത് റൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. നമ്മുടെ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിനുള്ള പ്രാധാന്യം ഫസ്റ്റ് ചാപ്റ്ററിന് എപ്പോഴും നമ്മൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ തന്നെ അത് പഠിച്ചു വെച്ചിരിക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് is an inevitable tool in the hands of economics. It helps in the formulation of economic policies. It helps for economic planning. പിന്നെ complex economic data can be reduced and condensed. അതിനൊന്ന് കണ്ടൻസ് ചെയ്ത് കിട്ടാനൊക്കെ നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കും. ഇത് മാത്രമല്ല കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ ഉണ്ട്. കുറേ എണ്ണം, ഒരു 5-6 എണ്ണം പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. അടുത്തത് എക്സ്പ്ലെയിൻ ദ ഇമ്പാക്ട് ഓഫ് എക്കണോമിക് റിഫോംസ് ഇൻ ഇന്ത്യ ഇൻ 1991 ഓൺ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. അതായത് 1991 നമ്മുടെ റിഫോംസ്, ന്യൂ എക്കണോമിക് പോളിസി ലുണ്ടായ റിഫോംസ് കൊണ്ട് അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയിലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾക്ക് ആ മൂന്നാമത്തെ ചാപ്റ്ററിലെ അവസാന ഭാഗത്ത് ടീച്ചർ അതിന്റെ ആ essay ക്വസ്റ്റ്യൻ മാത്രമായിട്ട് ടീച്ചർ തന്നിട്ടുണ്ട്. അപ്പൊ അതില് എന്തൊക്കെയാണ് അഗ്രികൾച്ചറിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാ എന്നുള്ളത്. ഒന്ന്, reduced public investment on irrigation, power generation, rural roads, research, etc. Reduction in fertilizer subsidy and increase in the cost of production. Reduction in import duty on agricultural products and increased volume of imports which affected domestic producers. അടുത്തത് removal of minimum support price for some crops. അടുത്തത് shift from production for domestic market to export market. പിന്നെ WTO policies are adversely affected ഇന്ത്യൻ ഫാർമേഴ്സ്. അപ്പൊ ഇതൊക്കെയാണ് അഗ്രികൾച്ചറും റിഫോംസും അല്ലെങ്കിൽ എക്കണോമിക് റിഫോംസ് കാരണം അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉണ്ടായ മാറ്റങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. അടുത്തത് ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ്. ഗ്രോത്ത് ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ ഹാസ് ഓൾസോ വിറ്റ്നസ്ഡ് എ റെക്കോർഡ് സ്ലോ ഡൗൺ ഫ്രം 7.1% during 1980-91 to 4.9% during 2013-14. The decline of industrial growth during this period was more than 30%. This was because of the decreased demand for domestic industrial products. When a global recession affected our exports, cheaper imports from foreign countries replaced our domestic goods. Basic facilities like power supply have remained inadequate. Globalization has resulted in free movement of goods and services from foreign countries. The acute competition from foreign countries, especially developed countries, affected the domestic industries and employment. അപ്പോൾ ഇത് രണ്ടും നമ്മൾക്ക് ഇവിടെ എഴുതണം. രണ്ടും പോയിന്റ്സ് ആയിട്ട് അഗ്രികൾച്ചർ എന്നുള്ള ഹെഡിങ് എഴുതി എക്കണോമിക് റിഫോംസ് ആൻഡ് അഗ്രികൾച്ചർ, ഫസ്റ്റ് ഹെഡിങ് എക്കണോമിക് റിഫോംസ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് എഴുതിയിട്ട് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ അവിടെ എഴുതണം. നമ്മളുടെ ഇതിപ്പോ തന്നെ പഠിക്കാനുള്ള ചോദ്യം തന്നെയാണ് ഇത്. അങ്ങനെ തന്നെ ടീച്ചർ essay ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് ഇരുന്ന് പഠിക്കണം. ഓക്കെ. റൈറ്റ് ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് പേഴ്സണൽ ഇന്റർവ്യൂ. ഇതും ഫോക്കസ് ഏരിയയിലുള്ളതാണ്. നമ്മുടെ പേഴ്സണൽ ഇന്റർവ്യൂ, അതായത് മോഡ് ഓഫ് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് എന്ത്? പേഴ്സണൽ ഇന്റർവ്യൂ. ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹയസ്റ്റ് റെസ്പോൺസ് റേറ്റ്, കൂടുതൽ റെസ്പോൺസ് ഉണ്ടാവും. അലൗസ് ഓൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ, ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും ഇതിൽ ചോദിക്കാൻ സാധിക്കും. ബെറ്റർ ഫോർ യൂസിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയ മെത്തേഡ് ഇതാണ്.
allows clarifications to ambiguous questions. ഒരു കുറച്ച് ക്ലാരിറ്റി ഇല്ലാത്ത ചോദ്യങ്ങൾക്ക് ഇന്റർവ്യൂവറിന് അത് പിന്നെ കൃത്യമായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് വളരെ എക്സ്പെൻസീവ് ആണ്, അതായത് കോസ്റ്റ് കൂടുതലാണ്, മോർ ടൈം ടേക്കിംഗ്, കുറെ അധികം സമയം എടുക്കും, പിന്നെ റെസ്പോണ്ടൻസിനെ ഇൻഫ്ലുവൻസ്, ഇന്റർവ്യൂവർ റെസ്പോണ്ടൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള ഒരു ദോഷമുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ എഴുതുക. അപ്പം ഇത്രയാണ് നമ്മളുടെ ഈ സെക്ഷനിൽ. ഏത് സെക്ഷനില്? തേർഡ് ഫോർത്ത് സെക്ഷനാണ്. 3 മാർക്ക്, ഏതെങ്കിലും 3 എണ്ണത്തിനാണ് 4 മാർക്കാണ് ഓരോ. അപ്പൊ മാർക്ക് അനുസരിച്ചിട്ട് നിങ്ങളത് പിന്നെ എഴുതണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഇത് മാർക്ക് അനുസരിച്ചിട്ട് എഴുതുമ്പോൾ എത്ര ചോദ്യമുണ്ട്? 8 ചോദ്യത്തിൽ നിന്ന് 3 എണ്ണം എഴുതാനാണ്, അതിൽ 6 എണ്ണം ഫോക്കസ് ഏരിയയിലാണ്. ഓക്കെ.